ഇന്നലെ ബസിലിക്കായിൽ വൈകുന്നേരം ആയപ്പോഴത്തേനും നടന്ന ആ ചെറിയ സംഘർഷത്തിൽ ഒരുത്തൻ പറയണത് കേട്ടു, ബസിലിക്കയിലല്ലാത്തവർ, ബസിലിക്ക ഇടവക്കാരില്ലാത്തവരും എടുത്ത് പോകാൻ പാടില്ലെന്ന്. ഞാൻ ചോദിക്കുന്നത് 23-ലാണെന്ന് തോന്നുന്നു, 2023 ഡിസംബറിൽ ഇതുപോലെ താഴത്തു പിതാവ് അവിടെ ക്രിസ്മസ് കുർബാനയാണെന്ന് തോന്നുന്നു അർപ്പിക്കാൻ വന്നപ്പോൾ ആ ബസിലിക്ക കോമ്പൗണ്ടിനകത്ത് എത്ര പേരുണ്ടായിരുന്നു, എത്ര വണ്ടികളുണ്ടായിരുന്നു. അത് ബസിലിക്ക ഇടവകക്കാർ അല്ലായിരുന്നു, കൂടുതലും മറ്റ് ഇടവകകളിലുള്ളവരും ഈവൻ ക്രിസ്ത്യാനികൾ പോലും അല്ലാത്ത ആൾക്കാരുണ്ടായിരുന്നു. നിറയെ ആൾക്കാരായിരുന്നു. എന്നിട്ട് ആൻഡ്രൂസ് താഴ്ത്തു പിതാവിനെ തെറി വിളിക്കുക, മത്തായി മുദ്രേന്തിയെ തെറി വിളിക്കുക, എന്തെല്ലാം കോപ്രായങ്ങൾ അവരന്ന് അവിടെ കാണിച്ച് അത് കോമ്പൗണ്ട് നിറയെ ആൾക്കാരെ കുത്തിത്തിരികി വെച്ചിരിക്കുകയായിരുന്നു. ആയുധങ്ങൾ വരെ ഉണ്ടായിരുന്നെന്നാണ് കേൾവി ഞാൻ കേട്ടത്. ഇന്നിപ്പം നമ്മൾ സമാധാനപരമായിട്ട് പള്ളിക്കകത്തിരുന്നുകൊണ്ട് കോടതി നിരോധിച്ച കാര്യങ്ങൾ നടത്തരുതേ എന്നും പറഞ്ഞ് നമ്മൾ പ്രാർത്ഥനാപൂർവ്വം അവിടെ ഇരിക്കുക വളരെ സമാധാനത്തോടെ. അല്ലാണ്ട് നമ്മളവിടെ ആയുധങ്ങൾ കൊണ്ടുവരികയോ അവിടെ മെത്രാനെ ചീത്ത വിളിക്കുകയോ ഈ അച്ഛന്മാരെ, കൂരിയയിലുള്ള അച്ഛന്മാരെ പോലും ചീത്ത വിളിക്കുകയോ നമ്മൾ ചെയ്തില്ല. ഈ കൂരിയക്കാരും തോമസ് മകാട്ടച്ചനും കൂടി അവിടെ ഒരു പുതിയ ബസിലിക്ക പണിയാൻ തുടങ്ങിയപ്പോഴാണ് കോടതി ഉത്തരവുണ്ട്, അത് ലംഘിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ധാർഷ്ട്യപരമായ പ്രവൃത്തികൾ ചെയ്യരുതെന്ന് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. അതിന് കോടതിയുടെ ഉത്തരവും നമ്മൾ കാണിച്ചു. അതനുസരിച്ച് പോലീസുകാർ ഇടപെട്ട് പണി നിർത്തിച്ചു. അല്ലാണ്ട് അവരന്ന് കാണിച്ചതുപോലെ ഗേറ്റ് അടച്ചു പൂട്ടിയിട്ടുകൊണ്ട് അതിനകത്ത് ഒരാൾക്കൂട്ടത്തെ നിർത്തി താഴ്ത്തു പിതാവിന് കുർബാന അർപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്ന ആ ഒരു സിറ്റുവേഷൻ നമ്മൾ ഉണ്ടാക്കിയില്ലല്ലോ. അതും കൂടെ മനസ്സിലാക്കണം. എന്നിട്ട് ഇന്ന് പറയാണ് ബസിലിക്കക്കാരല്ലാത്തവർ പോകാൻ എന്ന് പറഞ്ഞാൽ ഇവരെ പോലെ കുറെ ഗുണ്ടകളെ അനുവദിക്കാൻ. അല്ലാണ്ട് ബസിലിക്കക്കാരെങ്കിലും അവിടെ വരുമോ? അവിടെ നിന്ന് ഈ പള്ളിയുടെ വിശുദ്ധി നിലനിർത്താനും സഭയുടെ സഭയ്ക്ക് വേണ്ടി നന്മ ചെയ്യാനും ബസിലിക്കയിലുള്ള വിശ്വാസികൾ മുഴുവൻ അവിടെ വന്നായിരുന്നോ? അവിടെ 5-8 പേരുണ്ടായിരുന്നു. അതിൽ എത്ര പേര് ബസിലിക്കക്കാരുണ്ടെന്ന് ആർക്കറിയാം? എന്നിട്ട് വലിയ പറയാ ബസിലിക്കക്കാരല്ലാത്തൊരു പൊക്കോളാൻ. നിന്റെയൊക്കെ തോന്നിയാസം, കൂരിയായുടെ തോന്നിയാസം, തോമസ് മങ്കാട്ടാച്ചൻ്റെ തോന്നിയാസം, ധാർഷ്ട്യത, അഹങ്കാരം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഇതാരോട് പറയണു? നാണോ ഉണ്ടോ അത്? നീതിയോടെ പ്രവർത്തിക്കുക, നേർമയോടെ പ്രവർത്തിക്കുക. ഈ ക്രിസ്തീയത എന്താണെന്ന് മനസ്സിലാക്കാദ്യം. കുറച്ച് ബൈബിളൊക്കെ ഒന്ന് വായിക്കുക, പ്രാർത്ഥിക്കാൻ പഠിക്കുക, മുട്ടുകുത്താൻ പഠിക്കുക ആദ്യം. ഒന്ന് മുട്ടുകുത്തി കുറച്ചു നേരം ഒന്നും പ്രാർത്ഥിച്ചില്ലെങ്കിലും ചുമ്മാ അവിടെ കൈകൂപ്പി അങ്ങ് നിൽക്ക്. മണ്ണിലാണെങ്കിലും നിൽക്ക്, അല്ലെങ്കിൽ ദേവാലയത്തിനകത്ത് വന്ന് മുട്ടുകുത്തി നിൽക്കുക. അത് പഠിക്കുക ആദ്യം. അപ്പോൾ എളിമയുണ്ടാവും.